നമസ്കാരം. നമ്മൾ ഏറ്റവും അധികം വിമർശിക്കുന്നത് കേരള പോലീസിനെയാണ്, പോലീസിന്റെ ജനങ്ങളോടുള്ള ഒരു നിലപാടിനെയാണ്. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം സല്യൂട്ട് ചെയ്യുന്നത് കേരള പോലീസിനെയാണ്. കേരള പോലീസിന്റെ കൃത്യമായ പഴുതടച്ച അന്വേഷണം, ഒരു നീതി നടപ്പിലാക്കിയ വാർത്ത കേട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നത്. കേരള പോലീസിന് ഡിഫറെന്റ് ആംഗിൾസിന്റെ ഒരു ബിഗ് സല്യൂട്ട്. കഷായം ഗ്രീഷ്മയുടെ കഥ തന്നെയാണ്. കഷായം ഗ്രീഷ്മ മരണം വരെ തൂക്കുകയറിൽ കിടക്കും. മരണം വരെ തൂക്കുകയർ കൊടുത്തുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കോടതിക്കും പോലീസിനും അഭിവാദ്യം പറയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ നമ്മൾ കരുതിയിരുന്നത് ഒരു സ്ത്രീയാണ്, പ്രായം കുറവാണ്, വിദ്യാഭ്യാസത്തിന്റെ ഇതാണ്, അതുപോലെ ഇതിനു മുമ്പ് മറ്റ് ക്രിമിനൽ കേസുകളൊന്നും പ്രതിയല്ല എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് മനസ്സിലാക്കിയത്, കോടതി മനസ്സിലാക്കിയത് വളരെ പ്ലാൻഡായി കഷായം ഗ്രീഷ്മ നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്നാണ്. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 24 വയസ്സുണ്ടാവും ഷാരോണിന്. ആ ഷാരോൺ നരകിച്ച് ദിവസങ്ങളോളം നരകിച്ച് മരിച്ചു. കൊടിയ കീടനാശിനി കലക്കി കഷായം കൊടുത്തു. ആ കഷായം കുടിച്ച് പിന്നീട് നടത്തിയ നാടകങ്ങൾ നമുക്കറിയാം. അന്വേഷണം വഴിമാറ്റി വിടാൻ വേണ്ടിയുള്ള നാടകങ്ങൾ, കുറ്റബോധത്തിന്റെ ഒരു ലെവലേശം തീണ്ടാത്ത, തന്നിൽ നിന്ന് ഇത്തരത്തിലൊരു അപായം സംഭവിച്ചു എന്ന് ഒരു നിലയ്ക്കും പുറത്തു വരാത്ത വിവരങ്ങൾ വളരെ ആസൂത്രിതമായി ഓരോ വാക്കും സംസാരിച്ചുകൊണ്ട് ഗ്രീഷ്മ മുന്നോട്ട് പോയത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്ലാൻഡാണ്, വളരെ പ്ലാൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് ഏറ്റവും യോജിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അത്ഭുതം കൂടി നടന്നു. ഈ വിധി പറയുന്നതിന് തൊട്ടു മുമ്പ് ഷാരോണിന്റെ ബന്ധുക്കളെ കോടതിക്കുള്ളിലേക്ക് വിളിക്കുകയും അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വിധി പറയുന്നത്. അതായത് തന്റെ മകനെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ ക്രൂരയായ ഒരു കൊലപാതകയ്ക്ക് ശിക്ഷ കൊടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ, ആ വിഷമത്തിന്, ആ ദുഃഖത്തിന്, തീരാ ദുഃഖത്തിന് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബം സാക്ഷിയാകണം എന്നത് കോടതിയുടെ ഒരു നിലപാടായിരിക്കും. വധശിക്ഷ മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത്, ഷാരോണിനെ തട്ടിക്കൊണ്ടുപോയതിന് ഒരു 10 വർഷം, അതുപോലെ അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് ഒരു 5 വർഷം, അതുപോലെ ഒരു 50,000 പേരെ, മൊത്തത്തിലൊരു 2 ലക്ഷം രൂപ പിഴയും, ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷത്തെ തടവും. ഇവിടെ അമ്മാവൻ എന്തേ 3 വർഷം ആയിപ്പോയി എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഗ്രീഷ്മയാണ് ഇതിന് ഉത്തരവാദി. ഇത് പ്ലാൻ ചെയ്തതും ഇത് നടപ്പിലാക്കിയതും മുഴുവൻ കാര്യങ്ങളും ഒരു കൊടും ക്രിമിനൽ, ഒരു പക്ക ക്രിമിനൽ നടപ്പിലാക്കുന്നതിനേക്കാൾ വളരെ ക്രൂരവും പൈശാചികവുമായി ഇത് നടപ്പിലാക്കിയത് ഗ്രീഷ്മ മാത്രമാണ്. ഗ്രീഷ്മയ്ക്ക് മാത്രമാണ് ഇതിൽ പങ്ക് എന്നതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുക്കുകയാണ്. ഈ അമ്മാവൻ ഒരു പക്ഷേ ആ വിഷക്കുപ്പി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാകും, ഒളിപ്പിച്ചിട്ടുണ്ടാകാം. അത് ഈ കേസ് അറിഞ്ഞുകൊണ്ടാകാം, അറിയാതെ ആയിട്ടുണ്ടാകാം. പക്ഷേ ആ തെളിവ് നശിപ്പിച്ചു എന്ന ഒരു ചെറിയൊരു കുറ്റം മാത്രമേ അദ്ദേഹത്തിലുള്ളൂ. പക്ഷെ ഇവിടെ ഗ്രീഷ്മ 100% കുറ്റവാളിയാണ്, കുറ്റം ചെയ്തിട്ടുള്ളത് ഗ്രീഷ്മ മാത്രമാണ് എന്ന് വിധിച്ചുകൊണ്ട് വധശിക്ഷ മരണം വരെ തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുമ്പോൾ ഈ കേരളക്കര, മലയാളക്കര കാത്തിരുന്ന ഒരു വിധിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. Different angles. Don't forget to subscribe and support this channel.